തലവൂർ രണ്ടാലമ്പൂട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന സിഗ്നൽ ലൈറ്റ് കാറിടിച്ച് തകർന്നു. കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ സിഗ്നൽ ലൈറ്റിന്റെ തൂണിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സിമന്റിൽ ഉറപ്പിച്ചിരുന്ന തൂണും ലൈറ്റും പൂർണ്ണമായും തകർന്നു. പത്തനാപുരം കടക്കാമൺ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടങ്ങൾ പതിവായ ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗം സി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരന്തരമായ സമരങ്ങളെ തുടർന്നാണ് പൊതുമരാമത്ത് അധികൃതർ താൽക്കാലിക പരിഹാരമെന്നോണം സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ തയ്യാറായത്. ലൈറ്റ് സ്ഥാപിച്ച ശേഷം അപകടങ്ങളും കുറഞ്ഞിരുന്നു. രണ്ടാലമ്പൂട് ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണിയോടുകൂടിയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഇത് പത്തനാപുരം സൈഡിൽ നിന്ന് വന്ന വാഹനമാണ്. അറിയാൻ സാധിച്ചത് ഒരു ഫാമിലിയായിട്ട് വന്ന വണ്ടി കൊണ്ടാണ്. കാര്യത സ്വദേശിയുടെ വാഹനമാണ്. മുമ്പ് നിരന്തരം ആക്സിഡൻറ്റുകൾ സംഭവിച്ചുകൊണ്ട് ഇരുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ടാലമ്പൂട് ജംഗ്ഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു താത്കാലികമായിട്ട് സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റാണ് ഇത്. ഇതിലാണ് ഇന്ന് രാവിലെ ഈ വാഹനം കൊണ്ടിടിച്ചു. അപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. അപ്പം ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഈ ലൈറ്റ് വെച്ചതിന് ശേഷം ഇവിടെ അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ലൈറ്റ് പ്രകാശിക്കാതിരുന്നതുകൊണ്ടും ഇരുട്ടായിരുന്നതുകൊണ്ടും സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിരുന്ന പോസ്റ്റ് കാണാൻ കഴിഞ്ഞില്ലെന്നാണ് കാർ യാത്രികർ പറയുന്നത്. കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് കാർ സ്ഥലത്ത് നിന്ന് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.